അറ്റയാളല്ല, ഇത് അള്ളാഹ് ഇറക്കി കൊടുത്തതാണ്. ഇനി ഇവരെ സംസ്കാരം കൂടി ഒന്ന് കേൾപ്പിച്ചാലേ. ചീത്തറ നമ്മളെ പോലെ തങ്ങൾ പട്ടിയായെന്നും നമ്മൾ സാധാരണ സംസ്കാരത്തെ ആളുകളെ പോലെ പറയില്ല. ചീത്തറ നമ്മളെ പോലെ തങ്ങൾ പട്ടിയായെന്നും നമ്മൾ സാധാരണ സംസ്കാരത്തെ ആളുകളെ പോലെ പറയില്ല. ഓലെ കോലം മനസ്സിലായില്ലേ? കോലം മനസ്സിലായല്ലോ, ഓല് പറയുന്ന രൂപവും മനസ്സിലായല്ലോ. അതയാൾ എന്നെ സംബന്ധിച്ചു അൽഹംദുലില്ലാഹ് ഖൈർ. ഇനി എന്നെ പറ്റി പറഞ്ഞു വെച്ചോട്ടെ. രണ്ടാം ഘട്ടം കാളമൂത്രം കുറ്റ്യാടിയിൽ വീണ്ടും ഉണ്ട് എന്ന് ഇന്ന് വിവരം കിട്ടിയിരിക്കുന്നു. കേട്ടോ, എന്റെ പ്രസംഗത്തിനെ പറ്റിയാ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് മറ്റേ സെക്രട്ടറിന്റെ സംസ്കാരം കേൾക്കണോ? അതൊന്ന് കേട്ടോ നിങ്ങൾ. അത് കണ്ണും മൂക്കും കാലും സാമാനും ഒക്കെ കരിഞ്ഞു പോകും. അതല്ല, അത് കേൾപ്പിക്കേണ്ട അറിയില്ല എന്നോട്, നിങ്ങളോട് ഞാൻ അത് മനുഷ്യമാർപ്പ് കേൾപ്പിക്കാൻ പറ്റുമോ? ഞാൻ ഒരു വേറൊന്നുണ്ട് തെറ്റി, അത് ഞാൻ കേൾപ്പിക്കേണ്ടെന്ന് വിചാരിച്ചതാ. നമ്മൾ സാധാരണ പാത്താനിരിക്കണ മാതിരിയിലല്ല ഒരു ഇന്ത്യൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പാത്താൻ കുതിർക്കുമ്പം വളരെയധികം പരിശോധിച്ചിട്ട് വളരെയധികം ക്ലിയർ ചെയ്തിട്ടേ ഒഴുകി പാത്താൻ കഴിയുള്ളൂ. കാരണം വലിയ വ്യക്തികളാണ്, വലിയ എതിരുണ്ടാവും. അപ്പം നിയമം തന്നെ ആളെ വെയിറ്റ് അനുസരിച്ച് എതിരുണ്ടാവും. ഇയാളെ സമസ്തന്റെ സെക്രട്ടറി ആക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ പറയും. ആ സമസ്ത നമുക്ക് തുടരാൻ പറ്റുമോ? ആലോചിക്കും. സുബ്ഹാനല്ലാഹ്, ഇന്ത്യന്റെ പ്രസിഡന്റ് ആയാൽ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? സുബ്ഹാനല്ലാഹ്, വമിമ്മാ യുൻഹാ അൻഹുൽ ഫഹ്സു വബദാഅത്തുൽ ലിസാനി. ഒരിക്കലും തന്നെ വഷളായ വർത്തമാനം നാവുകൊണ്ട് പറയാൻ പറ്റൂല, അങ്ങനെ പറയാൻ പാടില്ല. വൽഹദീസു സ്വഹീഹതു ഫീഹി കസീറത്തുൻ മഅറൂഫാ. അത്തരത്തിലുള്ള വഷളായ വർത്തമാനം പറയാൻ പാടില്ല എന്നതിന് സഹീഹായ ഒരുപാട് ഹദീസ് തെളിവുകളാണ്. ഇസ്ലാമിന്റെ സംസ്കാരം പഠിക്കാതെ സമസ്തയാണ്, സമസ്തന്റെ സെക്രട്ടറിയാണ്, സമസ്തന്റെ നേതാക്കളാണെന്നും പറഞ്ഞിട്ട് ഇതാണ് സമസ്ത എന്ന് പറഞ്ഞാൽ ആ സമസ്തക്ക് സനദില്ല കേട്ടോ, ആ സമസ്തക്ക് നിലനിൽപ്പില്ല കേട്ടോ. സമസ്തയുണ്ട് മക്കളെ. ബഹുമാനപ്പെട്ട കണ്യത്തുസ്താദിന്റെ പ്രഗൽഭനായ ശിഷ്യൻ മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി, അതേ കണ്യത്തുസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കണ്യത്തുസ്താദ് പല യോഗത്തിലും വരാറില്ല. ബഹുമാനപ്പെട്ട തങ്ങളാണ് അധ്യക്ഷം വഹിക്കാറ്, പ്രാർത്ഥിക്കാറ്. ആ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത ഇ കെ ഉസ്താദ് ഉള്ള കാലത്ത് തന്നെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഇ കെ ഉസ്താദ്, അതേ ഞാൻ ഫോട്ടോ ഒക്കെ ഞാൻ എന്റെ CD-യിൽ കയറ്റാം, റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്നൊരു പണ്ഡിതരുണ്ട്. അതാരാണ്? അതാണ് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്. അതുപോലെ സുഹൃത്തുക്കളെ, വടകരയിൽ വെച്ച് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് രൂപീകരണത്തിന് കാരണമായ മുഴുവൻ ചർച്ചക്കും നേതൃത്വം കൊടുത്ത MA ഉസ്താദ്, ഹംസ ഉസ്താദ്, അങ്ങനെ തുടങ്ങി സമസ്തയിലുള്ള നേതാക്കൾ, ഞങ്ങളെ പണ്ഡിതന്മാർക്കൊക്കെയും നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം റഹ്മാനേ. അവര് നയിക്കുന്നതാണ് സമസ്ത. ഇക്കൂട്ടരുത് സമസ്തയാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിയുള്ള കിതാബ് അറിയുന്ന ഒരു മുതഅല്ലിമിനും സാധ്യമല്ല. അക്കൂട്ടത്തിലുണ്ട് അത്രത്തോളം മോശമില്ലാത്ത ചിലരവരെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഒന്നടങ്കം പറയുന്നില്ല. അല്ലാഹുവേ, അവർക്കെങ്കിലും നീ കാര്യം മനസ്സിലാക്കി കൊടുത്ത് ഈ ഷർറിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. സംസ്കാരമില്ലാത്ത ഇവരെ ഷർറിൽ നിന്ന് അക്കൂട്ടത്തിൽ പെട്ടുപോയ പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും സയ്യിദന്മാരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ.